ഹലോ ആർമീസ്, ഞാൻ വന്നു കേട്ടോ നിങ്ങൾക്ക് മുമ്പിലേക്ക് അടുത്ത എപ്പിസോഡുമായിട്ട്. എന്നാൽ നമുക്ക് പോയാലോ? പോയി നോക്കാം. ഇത് സ്വപ്നായിരുന്നു. അല്ലേലും ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ സ്വപ്നം കാണുന്നു? ഞാൻ അവളെ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്? ചേക്ക് നിനക്ക് അവളെ വെറുപ്പാണ്. നീ ഇതെന്താ? അവർ തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിനക്കെന്താ ചേക്ക്? അവർ അല്ല, ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. എന്താടാ ഒരു സൗണ്ട് കേട്ടെ? നീ എന്താ നെട്ടിയോ? എന്താ പറ്റിയേ? അത് ഞാൻ നെട്ട്. ഇല്ല, അതൊന്നുമില്ല. ഒന്നുമില്ല. ആണോ? എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. നീ എണീറ്റോ? എന്നാൽ അടിക്ക് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. നമുക്ക് രണ്ടും ഒപ്പരം കഴിക്കാം. ശരി. അല്ല ഏട്ടാ, 1 മിനിറ്റ്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് എന്ത് കാര്യം? ചോദിക്ക്. അത് പിന്നെ ഏട്ടാ, നമുക്ക് ഒരാളെ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ എന്താ ദേഷ്യമാണെന്നോ? എന്തിന്? അത് എന്തിനെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ദേഷ്യം. അത് എന്താണെന്നൊന്നും ഇപ്പം അറിയില്ല. വെറുതെ ആരെങ്കിലും ഒരാളെ ദേഷ്യപ്പെടുമോ? വെറുതെക്കുമോ? നീ എന്ത് കാര്യമായി പറയുന്നത്? അതെന്താ വെറുത്തൂടെ? അവരെ പ്രവൃത്തി കാരണം വെറുക്കുന്നു, അത്ര തന്നെ. വെറുതെ വെറുക്കാൻ എന്തായാലും കഴിയില്ല. വെറുതെ വെറുക്കണം എന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ക്രഷ് ഉണ്ടാവണം. അല്ലാതെ വെറുതെ എല്ലാവരും അവരോട് ദേഷ്യപ്പെടും. പിന്നെ അവരുടെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ അത് അവരുടെ ഓരോ പ്രവൃത്തി കൊണ്ടായിരിക്കും. അല്ലാതെ എന്താ എന്താ ക്രഷ് ഉണ്ടായിട്ടോ? എനിക്ക് അതൊന്നുമില്ല. അവളെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ അവളെ വെറുക്കുന്നത്. അല്ലാതെ എന്താടാ നീ ആലോചിക്കുന്നത്? അല്ല, നീ ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്താ, നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഇല്ലല്ല, എനിക്ക് ആരോടൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല, അങ്ങനെ ഉണ്ടാവണീന്ത കാരണം അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. ഓക്കെ. പക്ഷേ നിനക്കെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ അറിയോ? ഓക്കെ? ഞാൻ ഓക്കെയാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏട്ടൻ അടിയിലേക്ക് വയ്ക്കും. ഞാനിപ്പം വരാം ജനേട്ടാ. ഏട്ടൻ വയ്ക്കും. ഓക്കെ. എന്നാൽ ശരി. അല്ല, ഇവനത് എന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ട്, കണ്ടെത്തണം. അങ്ങനെ അതും പറഞ്ഞ് ജിൻ ഡൗൺ സ്റ്റെയറിലേക്ക് ഇറങ്ങിപ്പോയി. അല്ല, ജിന്നേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കിയാ എനിക്ക് ജലസടിച്ചതാണോ? നോ, ഒരിക്കലുമില്ല. എനിക്ക് ജലസടിക്കാനോ? എന്തിന്? അതും അവളോട്? അയ്യേ, ജലസടിക്കാൻ പറ്റിയ സാധനം. ഞാൻ അതുകൊണ്ടൊന്നുമല്ല. അവള് എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ, അത്ര മതിയുള്ളൂ. എൻ്റെ ഉള്ള സ്വസ്ഥതയും പോയല്ലോ. ഞാനിത് എന്തിനാപ്പോൾ ജിന്നേട്ടനോട് ചോദിച്ചേ? അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ കോളേജ്. ഹായ് കിറ്റി, ഹോബി, നിങ്ങൾ ഇത്ര നേരത്തെ വരാറുണ്ടോ കോളേജിലേക്ക്? യുവർ സ്മൈൽ ഈസ് വെരി ക്യൂട്ട്. കിറ്റി, താനെന്തെങ്കിലും പറഞ്ഞോ? എനിക്കെന്തോ കേട്ടപ്പോലെ തോന്നി. അതെ, എനിക്കും തോന്നി. നീ എന്താ പറഞ്ഞേ? അയ്യോ, കേട്ടോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ. മോളെ കിറ്റി, നീ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടു. അല്ല, തേയ എവിടെ? അവളിന്ന് വന്നില്ലേ? അവൾ വന്നിട്ടുണ്ട്. അവൾ ഓഫീസ് റൂമിലേക്ക് പോയതാ. പ്രിൻസിപ്പാൾ അവളെ വിളിച്ചിരുന്നു. എന്തിനാന്നറിയില്ല, വിളിച്ചിരുന്നു. പ്രിൻസിപ്പാളോ? എന്തിനാ പ്രിൻസിപ്പാൾ വിളിച്ചത്? ഓബി,
എടി എന്നോട് അവളൊന്നും പറഞ്ഞില്ല. എനിക്കവൾ ഫോൺ വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല അവളെ. അതിനി നേരെ അവളോട് തന്നെ ചോദിക്കാം. ഇതാ വരുന്നു എൻ്റെ പണ്ണി. പണ്ണിയെന്നോ? ഇനി ചിമ്മിച്ചായന് ദയോടെ ഇഷ്ടമുണ്ടാവും. ഹലോ, എന്തു പറ്റി? എല്ലാവരും നല്ല ചർച്ചയിലാണല്ലോ ഞാൻ വന്നപ്പോൾ. അതേലോ, ഞങ്ങളെ നല്ല ചർച്ചയിലായിരുന്നു. നീ എവിടെയെന്ന്. അല്ല, ഇന്നെന്താ മുഖത്ത് എന്നില്ലാത്തൊരു സന്തോഷം? എന്താ കാര്യം? ഞാനത് തന്നെയാ നോക്കുന്നേ. വന്നപ്പോൾ ഇത്ര സന്തോഷമല്ലായിരുന്നല്ലോ. ഇതിപ്പോൾ എന്താ? പ്രിൻസിപ്പാൾ എന്താടി പറഞ്ഞേ? പറയണ്ട, ഞാൻ നല്ല ഹാപ്പിയാ. ഇച്ചാൻ പറഞ്ഞ പോലെ ഞാൻ വന്നപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഹാപ്പിയാ ഇപ്പോൾ. അത് തന്നെ ചോദിച്ച മോളെ, എന്താ കാര്യം പറ. സർപ്രൈസ്. അത് പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ആ ക്ലാസ്സിലേക്ക് പോവാം. അങ്ങനെ ചിമ്മി തേയുടെ ഷോൾഡറോടെ കൈയിട്ട് അവർ ക്ലാസ്സിലേക്ക് അങ്ങനെ പോയി. ഇതിനിടയിൽ നമ്മുടെ ചിമ്മിച്ചാൻ്റെ കണ്ണ് വേറെടുത്തായിരുന്നു. ഇവളിപ്പം ഞാൻ എങ്ങനെ സെറ്റാക്കും ദൈവമേ. ഏതായാലും എൻ്റെ പേരിൻ്റെ കാര്യത്തിൽ ആദ്യം തീരുമാനമാവട്ടെ. വെയിറ്റ് ചെയ്യും മോളെ, ഞാൻ നിൻ്റെ അടുക്കളേക്ക് തന്നെ എത്തും അവസാനം. ഡീ, ക്ലാസ്സിലെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. വാ, നമുക്കിന്ന് ഒപ്പര ഇരിക്കാം കേട്ടോടാ. ഓക്കെ ചിമ്മിച്ചായ, വാ നമുക്കൊപ്പര ഇരിക്കാം. നമുക്ക് അവരുടെ ബാക്കിലിരിക്കാം. ഓ, ഇവനിത് എന്തോന്നാ കാട്ടുന്നേ? അവളുടെ ഷോൾഡറോട് കൈയിടുന്നു. അവളാണെങ്കിൽ ഇവളെ ഞാൻ. ഓ, ഇവരെന്തിനാ രണ്ടുപേരും ഒപ്പരിയ്ക്കുന്നേ? ഹായ് ജങ്കുക്ക്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഡേ ദയ, ഈ ജങ്കുക്ക് ആള് നല്ല കോൾഡാണെന്ന് തോന്നുന്നല്ലോ. എനിക്കറിയില്ല കോൾഡാണോ അല്ലേന്നൊന്നും. ദയ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് ആ ഭാഗത്തേക്കൊന്ന് നോക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നി. കുറേ നേരം ഒന്നില്ലേ ക്ലാസ്സിലെത്തിയിട്ട്. കുറേ ദിവസമായിട്ട് ആണെങ്കിൽ കുക്ക് ചെയ്യാൻ നോക്കാത്തത് കൊണ്ട് തന്നെ അവൾ വല്ലാണ്ട് കുക്ക് ചെയ്യാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദയ വെല്ല ഇടക്കണ്ണിട്ടായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ ചിമ്മിച്ചാൻ പറഞ്ഞ പോലെ ഇയാരെന്തിനാ ഇപ്പോഴും നല്ല ദേഷ്യത്തിലിരിക്കുന്നേ? ഞാനിപ്പം മിണ്ടാനൊന്നും പോകാറില്ലല്ലോ, പിന്നെന്തിനാ? തേക്ക് ഇങ്ങനെ ഇടക്കണിട്ട് നോക്കാൻ ഭയങ്കര ഇടങ്ങേറ്. അതുകൊണ്ടുള്ള അറിയാതെ ശരിക്കും നോക്കി പോയി. ഇവളിപ്പോഴെങ്കിലും തന്നെ നോക്കിയാലോ, ഇപ്പോഴൊരു സമാധാനമായി. എൻ്റെ ദൈവമേ, ഇങ്ങനെ ചിരിക്കണോ? അതും എന്നെ നോക്കിയിട്ട്? അതിനെന്തായാലും സാധ്യതയില്ല. ഇനി അവിടെ നോക്കണ്ട. ചിലപ്പോൾ മറ്റാരെയും നോക്കി ചിരിച്ചതായിരിക്കാം. എന്തായാലും ചിരിക്കുന്നത് കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്. വേണ്ടതയാ, നീ ഓരോന്നേ വീട്ടിൽ ചിന്തിച്ച് കൂട്ടരുത്. നിന്നെ അവൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ലേ. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് തേയുടെ കണ്ണ് നിറഞ്ഞ് കണ്ട ചിമ്മി, ഹേയ് വൺ, വാട്ട് ഹാപ്പൻ? നീ എന്തിനാ കരയുന്നേ? എന്തിനാ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? പറ തേയാ. ആര് പറഞ്ഞു ഞാൻ കരഞ്ഞെന്ന്? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, അത് തോന്നിയതായിരിക്കും. ഓക്കെ, എന്നാൽ ശരി, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. ഇങ്ങനെ അവർ 4 പേരും നല്ല സംസാരത്തിലാണ്. ഇതേ സമയം നമ്മുടെ കുക്കി, എൻ്റെ ദൈവമേ, ഇവനെ ഞാനിന്ന് അല്ല ഇനി ഇവർക്ക് മിണ്ടാതിരുന്നേ, മിസ് വരുന്നുണ്ട്. ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. അതിനു മുമ്പ് കുറച്ച് ഗുഡ് ന്യൂസുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഗുഡ് ന്യൂസോ? എന്ത് ഗുഡ് ന്യൂസ്? ഗുഡ് ന്യൂസ്. ഞാനെന്തായാലും നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് നല്ല പ്രൗഡ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല സ്റ്റുഡൻസ്, നല്ല പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്ത സ്റ്റുഡൻസ്. ഐ എം റിയലി ഹാപ്പി. ആൻഡ് ദ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർട്സ് ഫെസ്റ്റിവൽ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേരാൻ പോകുന്ന കുട്ടികളെല്ലാം നമ്മുടെ സീനിയേഴ്സിൻ്റെ കുറച്ച് കുട്ടികൾ ഇവിടെ നമ്മുടെ പുറത്ത് ഗ്രൗണ്ടിൽ ഉണ്ടാവും. അവരുടെ കയ്യിൽ പോയിട്ട് പേര് കൊടുക്കണം, ഏതാണ് ഐറ്റം എന്നും പങ്കെടുക്കുന്ന ഐറ്റം എല്ലാം പറയണം. പിന്നെ 2-3 ഐറ്റത്തിന് മത്സരമായിട്ട് ഉണ്ട്. അത് ഏതാണെന്ന് അവസാന പീരീഡിൽ സീനിയേഴ്സ് ഇവിടെ വന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഐറ്റത്തിന് പങ്കെടുക്കുന്നവർ പേര് കൊടുക്കുക. ഓക്കെ, ഹൈവ, അത് പൊളിക്കും, നമുക്ക് പൊളിക്കണം.
ഓക്കെ? യാ ഓഫ് കോഴ്സ്, നമുക്ക് പൊളിക്കണം. നീ എന്തിനാ ഹോബി, നീ എന്തിനാ കയറുന്നേ? ഞാനോ? നോ, ഞാനില്ലടാ. ആര് പറഞ്ഞു നീ ഇല്ലാന്ന്? നീ ഉണ്ട്. നീ എല്ലാ പ്രോഗ്രാമിനും കൂടുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നുണ്ട് പേര്. എനിക്കറിയില്ല നീ ഇതിനൊക്കെ കൂടുന്നേ. ഇച്ഛായ, എന്താ ഇത്? പിന്നെ അടുത്ത ഹാപ്പി ന്യൂസ് എന്ന് വെച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ ക്ലാസ് ലീഡറെ നമ്മൾ തിരഞ്ഞെടുത്തു. അതും നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് മാർക്കുമായിട്ട് നമ്മുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ് പാസ്സായിരിക്കുന്നത്. ദൈവമേ, ടോപ്പ് മാർക്കോ ഈ കോളേജിലോ? എന്നാലും അത്രയും വലിയ പഠിപ്പിസ്റ്റോ? ആരാണാവില്ല അത്? അപ്പോൾ നമ്മുടെ കോളേജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെയും എല്ലാവരുടെയും അഭിമാനമായിട്ട് ആ തിളങ്ങി നിൽക്കുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആരാണെന്ന്? ഓഫ് കോഴ്സ് മിസ്സേ, വേഗം പറ. ആരാണ് ആ ആള്? ഒന്ന് കേൾക്കട്ടെ. അത് മറ്റാരുമല്ല, തേങ്ങി. നീയോ? നീ ഇത്രമാത്രം പഠിക്കൂ? തേയ, നീ പഠിക്കുന്നറിയായിരുന്നു, എന്നാലും നീ ഇത്രയും ഒരു ടോപ്പർ ചെയ്യുന്നു. അത് മാത്രമല്ല തേങ്ങി കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ കൊറിയയിലുള്ള ഏറ്റവും ടോപ്പസ്റ്റ് കോളേജായ സ്പോർട്സ് ആർട്സ് കോളേജായ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോളേജായ നമ്മുടെ ബാങ്ടൺ കോളേജിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ തേങ്കിക്ക്. ഓ മൈ ഗാഡ്, എന്താ കൊറിയയിൽ എൻ്റെ ദൈവമേ, ഞാൻ എന്തേ കേൾക്കുന്നേ? എന്താ അവൾക്ക് കൊറിയയിലേക്ക്? അപ്പോൾ അവൾ പോവാണോ അവിടുന്ന്? എല്ലാവരും നമ്മുടെ തേയെ കൺഗ്രാറ്റ്സ് ചെയ്തു, ടീച്ചേഴ്സ്. ഇതൊക്കെ കഴിഞ്ഞ് അവർ സെലക്ഷനിൽ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം ആ കുക്കി ഏട്ടൻ വിളിച്ചിരുന്നു തന്നെ. നിന്നോട് ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സെലക്ഷനിൽ പേര് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം, എന്താ? ഓക്കേടാ, നമുക്ക് പോവാം. അങ്ങനെ അവരെ കൂടെ ഹോബിയും ചിമ്മിയും തേയും പാടെ ജോയിൻ ചെയ്തു. അല്ല തേ, നീ എന്നോട് പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. നീ എപ്പോഴാണ് അവിടേക്ക് അതിന് അപ്ലിക്കേഷൻ കൊടുത്തത്? നീ ഞങ്ങളോട് ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഈ കോളേജിലെ ടോപ്പർ എന്ന റെക്കോർഡും വാങ്ങി, പോരാത്ത ഞങ്ങളോട് ആരോടും ഒന്നും പറയാതെ അപ്ലിക്കേഷനും കൊടുത്ത് ഇവിടെ നിന്ന് മുങ്ങാണല്ലേ ഞങ്ങളെല്ലാവരും ഒറ്റക്കാക്കിയിട്ട്? അതെ, നിനക്ക് സെലക്ഷൻ കിട്ടിയതിലൊക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ നീ ഞങ്ങളെ വിട്ടുവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ഐ എം റിയലി സോറി ആൻഡ് താങ്ക് യു എന്നെ കൺഗ്രാറ്റ്സ് ചെയ്തതിന്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാത്തത്, എനിക്കിപ്പോൾ ഒരു ഉറപ്പില്ലായിരുന്നു അതെനിക്ക് കിട്ടുക എന്നുള്ളത്. ഞാൻ ആദ്യം അവിടേക്കൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ സിറ്റുവേഷൻസ് എന്നെ അതിലേക്ക് അടുപ്പിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനത് ട്രൈ ചെയ്തു. എന്താ നിനക്കൊരു വിഷമം പോലെ? ഞങ്ങളെ പിരിയുന്നത് കൊണ്ടാണോ? ഓക്കെ, ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരില്ലേ? അതുമല്ല, നീ എത്ര കാലം എന്ന് വെച്ചിട്ട് ഞങ്ങളൊക്കെ പിരിഞ്ഞ് നിൽക്കുന്നത്? ജീവിതകാലം മുഴുവനൊന്നും ഞങ്ങളെ പിരിഞ്ഞ് നിൽക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നീ കരയുന്നേ? എന്തിനങ്ങ് ടെൻഷനാവുന്നേ? നോ പ്രോബ്ലം, അതൊക്കെ അങ്ങ് പോട്ടെ. അല്ല, നീ അതിനിടയിൽ നിൻ്റെ സിറ്റുവേഷൻസാണ് നീ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞല്ലോ. അതെന്താ? നീ അത് പറ ആദ്യം. അത് പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മറക്കണമെന്നുണ്ട്. അതിന് ഇവിടെ നിന്ന് മാറി നിൽക്കണം തോന്നി ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൊടുത്തിട്ട്. ഇതെല്ലാം കേട്ട് ഒരാളുണ്ട് അവിടെ ടെൻഷനായി സങ്കടത്തോടെ നിൽക്കുന്ന ഒരാൾ. അയാളെന്താ ചിന്തിക്കുന്നേ അല്ലേ? അപ്പോൾ അവർ ശരിക്കും പോവാണോ? അവൾ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്നെയാണ് അവൾ മറക്കണമെന്ന് പറയുന്നത്. എന്താടി ആരെ മറക്കുന്ന കാര്യം, എന്ത് മറക്കുന്ന കാര്യം നീ പറയുന്നത്? കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ പ്രശ്നമുണ്ട്. നീ എന്നോട് പറ എന്താണെന്ന്. ഞങ്ങളോട് പറ, ഞങ്ങളത് ശരിയാക്കി തരില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്തായാലും അത് മറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേട്ട്
നമ്മുടെ കുക്കി ആകെ സങ്കടത്തിലാണ്. പക്ഷേ ആൾക്കറിയില്ല അയാൾ എന്തിനാ ഇത്ര സാഡായിരിക്കുന്നതെന്ന്. ഞാനിപ്പോൾ വരാം, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, എന്നിട്ട് വരാം ഞാൻ. ഓക്കെ. അതും പറഞ്ഞ് കുക്കി വാഷ്റൂമിലേക്ക് പോയി. തേയ, നീ പോയി പേര് കൊടുക്ക്. അപ്പോഴത്തേന് ഞങ്ങൾ നേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഏട്ടൻ അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആടാ ഓക്കെ, നീ പോയി നോക്ക്. എന്നാൽ ശരി. തേയ, എനിക്ക് സ്റ്റാഫ് റൂമിൽ വരെ പോകാനുണ്ട്. എന്നെ മിസ്സ് വിളിച്ചിരുന്നു. ഞാൻ പോയിട്ട് വേഗം വരാം. ഓക്കെ. നീയും പോവാണോ? ഓക്കെ. അപ്പോഴേക്കും കുക്കി അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവരെല്ലാവരും പോയി. തേയും കുക്കിയും മാത്രം അവിടെ ബാക്കിയായി. തേയും കുക്കിയും വെയിറ്റിംഗ് ചെയ്യാണ് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫുൾ സൈലൻസാണ്. അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ആ സൈലൻസ് ബ്രേക്ക് ചെയ്താണ്ട് കുക്കി തേയോട് ചോദിച്ചു, കൺഗ്രാറ്റുലേഷൻ തേയ. എന്ത് പറഞ്ഞേ? താൻ ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? ഐ മീൻ കൺഗ്രാറ്റുലേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. തേയ കുക്കിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. നോക്കാതെ താങ്ക് യു പറഞ്ഞു. ഇവളിപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? നോക്കുന്നില്ലല്ലോ. ഹേയ് തേയ, ഒന്ന് സംസാരിച്ച് വരികയായിരുന്നു. ഏതാണ് അവ പുതിയ കുരിശ്?